മൂക്കട്ടപ്പഴം. മൂക്കട്ടപ്പഴം. അയ്യേ, വൃത്തികെട്ട പേര്. ഞാനും സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. പക്ഷേ ഇതിന് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണെന്ന് ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ തവണയും എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഇത്തവണ നിങ്ങളെ കാണിക്കുന്നത്. ഇത് തൊടുപുഴയാണ്, എൻ്റെ വീടാണ്. ഇവിടെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലുണ്ടായ ഒരു പഴമാണ്. ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു സിറ്റിയിലൊക്കെ ജീവിക്കുന്ന നമുക്ക് പലർക്കും ഈ ഒരു സാധനം അറിയില്ല. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. എന്തായാലും ഇതുപോലെ പുതുമയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോസൊക്കെ കാണണം. വീഡിയോസ് കണ്ട് ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഇരിക്കും, കണ്ടോ? ഇതിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെയാണ്. ഇതിനിതാ ഇങ്ങനെ ഒരു കവറും കൂടെ ഉണ്ട്. ചൊറിയമ്പുഴുവിൻ്റെ ഒരു കവർ പോലെ ഒരു സാധനമാണ്. അത് നീക്കി കഴിയുമ്പോൾ അതിനകത്ത് ഇതാണ് അതിനകത്തുള്ള ഫ്രൂട്ട്. ഒരു കുഞ്ഞു ഫ്രൂട്ടാണ്. ഇതാണ് ഫ്രൂട്ട്. ഇനി ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഇതിൻ്റെ കൂടെയാണ് വരുന്നത്. കണ്ടോ? ഈ സാധനം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമാണ്. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൽ കണ്ടോ, കുഞ്ഞ് ഒരു മിനിയേച്ചർ ഫാഷൻ ഫ്രൂട്ട് പോലെ ഇരിക്കും അകഭാഗം കണ്ടു കഴിഞ്ഞാൽ. കണ്ടില്ലേ? എന്നാൽ പുറം ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഒരു ഓറഞ്ചിൻ്റെ ലുക്കാണ്. ചെറിയ ഒരു ഓറഞ്ചിൻ്റെ ഒരു നാനോ ലുക്കാണ് ഇതിന്. അപ്പോൾ ഇതിനെ നമ്മൾ തൽക്കാലം ഒരു പേരിട്ട് വിളിച്ചത് ഓറഞ്ചിന് ഫാഷൻ ഫ്രൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങൾ. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഇതിൻ്റെ സ്വാദ് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഓറഞ്ചിന് ഫാഷൻ ഫ്രൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇത്. ഇനി ഇത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. എന്തായാലും ലുക്ക് കണ്ടിട്ട് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്വാദ് ഉണ്ടാവാനാണ് ചാൻസ്. എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഏതാണ്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്വാദ് തന്നെയാണ് ഇതിനുള്ളത്. കൊള്ളാം. ഒരു ചെറിയൊരു പുളിയും ഒരു മധുരവും ഒക്കെയാണ്. ആഹാ, കൊള്ളാട്ടോ. ഞാനും സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. പക്ഷേ ഇതിന് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണെന്ന് ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. പൂച്ചപ്പഴം എന്നാണ് ഇതിന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ അറിയപ്പെടുന്നൊരു പേര്. അപ്പോൾ ഞാനിതിനിട്ട പേര് നിങ്ങൾ കേട്ടല്ലോ, ഓറഞ്ചിന് ഫാഷൻ ഫ്രൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു ഏഷ്യയുടെ ഏതോ ഭാഗത്തു നിന്നൊക്കെ കുടിയേറി പാർത്ത് വന്ന ഒരു ഫ്രൂട്ടാണ്. ഇതൊരു ക്രീപ്പറാണ്, വള്ളിച്ചെടിയാണ്. ഈ വള്ളിച്ചെടിയിലാണ് ഇത് ഉണ്ടാവുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് എന്നൊക്കെ എന്നെ ഒന്ന് പറഞ്ഞു തന്നെ ഗൈസ്. ഇനി നമുക്ക് പൂച്ചപ്പഴത്തിന്റെ ചെടിയൊന്ന് കണ്ടാലോ. ഇതൊരു പട്ടിക്കൂടാണ്. ഈ പട്ടിക്കൂടിന്റെ മുകളിലാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതൊരു വള്ളിച്ചെടിയാണ്. ഈ വള്ളിച്ചെടിയുടെ ഇലയും കായൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അമ്മാവനാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് ക്ലോസപ്പ് വ്യൂ. ഇല കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ചെടിയുടെ ഇല പോലെ ഇരിക്കും. കായ് റംബുട്ടാൻ്റെ ഒരു രൂപസാദൃശ്യമുണ്ട്, പക്ഷെ റംബുട്ടാനേക്കാളും തീരെ ചെറുതാണ്. ഇതിലിപ്പോൾ ഇരിക്കുന്ന കായെല്ലാം പച്ചയാണ്, മൂത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല പച്ച കളറാണ്. മൂത്ത് നല്ല പഴുത്ത കായാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിനകത്ത് ആ മുടി പോലുള്ള സംഭവം മഞ്ഞ കളറും ഉള്ളിലെ പഴത്തിന് ഓറഞ്ച് കളറുമാണ്. പണ്ടത്തെ കാലത്ത് ഇത് ധാരാളമായി നാട്ടുപുറത്തൊക്കെ കണ്ടുവന്ന ഒരു സസ്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിരശല്യത്തിന് ഇത് ഒരു മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ക്ഷീണം മാറാനും ആളുകൾ ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതെല്ലാവരും മറന്ന മട്ടാണ്. ഈ ഫ്രൂട്ട് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയി, വളരെയധികം ക്യൂരിയസ് ആയി. ഞാൻ ആകാംക്ഷാഭരിതയായിട്ട് നേരെ ഗൂഗിൾ ആൻറ്റിയോട് പോയി ചോദിച്ചു, ഇതിന് വേറെ വല്ല പേരുകളുണ്ടോ, ഏതാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി 3-4 പേരുകൾ എനിക്ക് കിട്ടി. ഒന്ന് പൂച്ചപ്പഴമാണ് എന്ന പേരിലാണ് ഇത് മുമ്പേ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പേര് കുരങ്ങ് തീനിപ്പഴം, റീസൺ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു മൂക്കട്ടപ്പഴം. മൂക്കട്ടപ്പഴം. അയ്യേ, വൃത്തികെട്ട പേര്.
മേ ബി അതിനകത്ത് ആ ജെല്ല് പോലുള്ള സാധനം കണ്ടിട്ടായിരിക്കും മൂക്കട്ടപ്പഴം എന്ന് പേര് വന്നത്. പിന്നെ ഒരു പേര് കണ്ടത് മദാമപ്പഴം, ആ പുറമേ ഉള്ള മഞ്ഞ മുടി പോലൊരു സാധനം നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ടാവാം അങ്ങനെ മദാമപ്പഴം എന്ന് പേര് വന്നത്. എന്തായാലും ഇതിന് വളരെയധികം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക, ഉണ്ടെങ്കിലൊന്ന് കഴിച്ചും കൂടെ നോക്കുക. ഇന്ന് പുതിയൊരു ഫ്രൂട്ടാണ് നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, കഴിച്ചു നോക്കി ടേസ്റ്റ് മനസ്സിലായി, എല്ലാം നിങ്ങളോട് പറഞ്ഞു. ഞാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിരുന്നു ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ട്. ആദ്യം ഇതൊരു ചൊറിയം പുഴുവാന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ അത് തൊട്ടും പിടിച്ചൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഫ്രൂട്ടാണെന്ന്. അങ്ങനെ നമ്മൾ കാണാത്ത എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് ഇല്ലേ? എത്രയൊക്കെ മനുഷ്യൻ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ബുദ്ധിയും വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളറിയാതെ നമുക്ക് മനസ്സിലാവാത്ത പല പല രഹസ്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് ഇല്ലേ? ഇന്ന് നേച്ചറിൽ നിന്ന് കിട്ടിയൊരു സർപ്രൈസ് ആയിരുന്നു ഇത്. അത് എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്തിരി തിരക്കായിട്ടുള്ള ഈ വീഡിയോ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ തൊടുപുഴ വീടാണ്. ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും എല്ലാം എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ മുടക്കാതെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ ദോഷഫലങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളറിയാത്ത നമ്മളെ, അതായത് ഞാൻ കാണുന്ന പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ.